ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഡ്രിങ്ക് ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ കോഴിക്കുട്ടി ഡ്രിങ്ക് ഡിഷാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഷേപ്പിൽ വരണെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തുണി വിരിച്ചു കൊടുക്കണം. എന്നിട്ട് രണ്ട് സൈഡിലും സെയിം അളവുള്ളൊരു നോട്ട് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വരഞ്ഞെടുക്കേണ്ടത് ക്ലേയിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വരഞ്ഞെടുക്കാം. ഞാൻ ഇപ്പോൾ വെറുതെ എന്തിനാ കൊളാവണേന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇതിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ക്ലേ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കണം. അത് നമുക്ക് വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ തന്നെ സൈഡിലൊക്കെ ഒന്ന് സ്മൂത്തനിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പേപ്പർ ഒന്ന് നമുക്കൊന്ന് എടുക്കാം. എന്നിട്ട് പേപ്പർ എടുത്തിട്ടും മേലെയും നമ്മൾ വെള്ളം വെച്ചിട്ടൊന്ന് സ്മൂത്തനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്ലേ നല്ലോണം കുഴച്ച് കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു ഷേപ്പ് എടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇതേപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ടൊന്ന് മേലക്കോടെ ഒന്ന് ജസ്റ്റായിട്ട് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം. നല്ലോണം പരത്തി കൊടുക്കരുത്. എന്നിട്ട് സൈഡിലൊക്കെ ഒന്ന് നമുക്ക് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം, നമ്മളെ കോഴിക്കുട്ടീൻ്റെ മെയിൻ ഭാഗം. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സംഭവത്തിൽ ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ. എന്നിട്ട് വെള്ളം വെച്ചിട്ടൊന്ന് നല്ലോണം സ്മൂത്തിങ് ചെയ്ത് കൊടുക്കണം. കുറേ കൂട്ടുകാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കുഞ്ഞി ക്ലേൻ്റെ പീസസുകൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ബാക്കിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പൊട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മൂക്ക് വെച്ച് കൊടുക്കാം. കോഴിക്കുട്ടിൻ്റെ മൂക്ക് വെച്ച് കൊടുക്കാം, കണ്ണും വെച്ച് കൊടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.